നിങ്ങളൊരു ഗേൾ ആണെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ഗേൾ ആണെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യം. പുതിയ ഒരു ലോകമാണത്. പക്ഷേ ഈ കോച്ചിങ് എവിടെയാണ് പാളി പോകുന്നത് നിങ്ങൾക്ക് അറിയോ? 11th വരുമ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറിപ്പോകും. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോസ് 10th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ട്രീം സെലക്ഷൻ ആണ്. ചിലവർക്കൊക്കെ നല്ല ഐഡിയ ഉണ്ടാവും, ഞാൻ ഏതാണ് എടുക്കേണ്ടത്, സയൻസ് ആണോ കോമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ. ചിലവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്ക് മാത്രം ഒരു ഐഡിയ ഇല്ലാതെ. ബട്ട് റിയലൈസ് ഇറ്റ്സ് വെരി കോമൺ, എല്ലാവർക്കും അതുണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ സ്ട്രീം ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങൾ പാരൻസ് പറയാണ് അതെടുത്തോ, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ വലിയ താല്പര്യമില്ല, പക്ഷെ നിങ്ങൾ അതെടുക്കരുത്. കാരണം നിങ്ങൾ പ്രശ്നമാകും. അതങ്ങനെയാണ്, അത് പ്രശ്നമാകും. ബിക്കോസ് 11th വിചാരിക്കുന്നത് നമ്മൾ 10th പോലെയല്ല, നമ്മൾ പറയുന്ന പോലെ ഒരു പുതിയൊരു ലോകമാണത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഭാവിയിൽ ആഗ്രഹം, നിങ്ങളൊന്ന് കുറച്ച് റിസർച്ച് ചെയ്യാൻ അതിനെ പറ്റിയിട്ട്, എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഡ്രീം ജോബ്, അതിനനുസരിച്ച് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും സയൻസിലാണ്, ഞാൻ സയൻസോട് പോകും, അങ്ങനെ ചെയ്തിട്ടോ പ്രശ്നമാവും. നിങ്ങളുടെ പാരൻസ് പറയണം അതാണ് നല്ലത്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ അല്ല, നിങ്ങൾക്ക് പാരൻസിന് പറയുന്ന ആ ഒരു ഡിസിഷൻ ഓക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാട്ടോ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് താല്പര്യമില്ലാണ്ട് നിങ്ങളെ വീട്ടുകാർക്ക് വേണ്ടി മാത്രം നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത് സ്ട്രീം സെലക്ഷനെ പറ്റിയിട്ട്. സയൻസിലാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നമുക്ക് പഠിക്കാണ്ട്, കുറച്ചൊന്നുമല്ല. 10th പഠിച്ച ഡബിൾ ഇരട്ടി ഉണ്ടാവും ഓരോ സബ്ജക്ട് വരും, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. പിന്നെ ഒരു പ്രത്യേക കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ചില പിള്ളേർക്ക് ഐഡിയ ഉണ്ടാവില്ല, അവർക്ക് മെഡിക്കൽ ഫീൽഡാണോ എഞ്ചിനീയറിംഗ് ഫീൽഡാണോ, അപ്പൊ അവർ ബയോ മാത്സ് എടുത്ത് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തമാശയ്ക്ക് പറയില്ല കേട്ടോ, കഷ്ടപ്പെടും. നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾ മാത്സ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ട്, നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ മാത്സ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ട്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് പോകുന്നുണ്ടെങ്കിൽ ബയോളജി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് അത് നിങ്ങൾക്ക് ട്രബിൾ ആവും. പക്ഷെ നിങ്ങൾക്ക് ഐഡിയ അല്ല, നിങ്ങൾക്ക് രണ്ടും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മാത്സ് അത്യാവശ്യം പ്രശ്നമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, നിങ്ങൾക്ക് രണ്ടും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അടുത്തതാണ് നമ്മുടെ വില്ലൻ, കോമ്പറ്റേറ്റീവ് എക്സാം. 11th 12th പഠിക്കുമ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിങ്ങൾ വരാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയാം, നിങ്ങൾ 11th 12th കോച്ചിങ് എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പക്ഷേ ഈ കോച്ചിങ് എവിടെയാണ് പാളി പോകാന്ന് നിങ്ങൾക്ക് അറിയോ? ചിലപ്പോൾ നിങ്ങളുടെ കോച്ചിങ് എടുക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആവും, പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ എടുക്കുന്നത് അത് ചിലപ്പോൾ ലാസ്റ്റത്തെ ചാപ്റ്റർ ആവും. അപ്പോൾ ഒരേ സമയം നിങ്ങൾ 2 ചാപ്റ്ററും പഠിക്കണം. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങൾ കോച്ചിങ് ചെയ്ത് അതിൽ ഫുൾ ഫോക്കസ് ആയി നിങ്ങൾക്ക് അത് പറ്റുവാണെങ്കിൽ അടിപൊളിയും ഏറ്റവും അടിപൊളി ഐഡിയാണ്. റിപ്പീറ്റ് ഇയർ ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് 11th 12th കൂടെ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലാക്കുക, എന്തായാലും നിങ്ങൾ ബോർഡ് എക്സാമിന് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ സ്കൂളിൽ നിങ്ങൾക്ക് അത്ര വലിയ സ്ട്രിക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഓൺലി ഫോളോ യുവർ കോച്ചിങ്. അതായത് അവരുടെ സിലബസ് പ്രകാരം അവരെടുക്കുന്ന ചാപ്റ്റേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതും ഒരു നല്ല മെത്തേഡാണ്. സോ ഇതാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സിലബസിനെ പറ്റിയിട്ടാണ്. 10th നമുക്ക് സയൻസിൽ എനിക്ക് ഓർമ്മയില്ല 13 ചാപ്റ്റേഴ്സ് എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തത്തിൽ പഠിക്കാനുള്ളത്. പക്ഷേ ഇനി അത് 11th വരുമ്പോൾ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. പക്ഷേ ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് സയൻസിനെ പറ്റി അറിയാം. PCB ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത്, വിത്തൗട്ട് മാത്സ്. ഓക്കെ, അപ്പോൾ 11th വരുമ്പോൾ നമുക്കുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിന് തന്നെ ഒരു വലിയ 2 ടെക്സ്റ്റ് ബുക്ക് ആണുള്ളത്. അതിൽ ഏതാണ്ട് 14-15 ചാപ്റ്റേഴ്സോളം ഉണ്ട്. കെമിസ്ട്രിക്ക് കുറവാണ്, ഒരു 9 ചാപ്റ്റേഴ്സ് ഉള്ളൂ. പക്ഷേ നമ്മൾ 10th സയൻസ് പഠിച്ച 2 ചാപ്റ്റേഴ്സിന് കണ്ടന്റ് ഉണ്ടാവും കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്ററിന്. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സിന്റെ എണ്ണം കാണുമ്പോൾ എന്തായാലും 10th ഒരു ടോപ്പർ സ്റ്റുഡന്റ് ആണെന്ന് തന്നെ വിചാരിക്കുക. 11th വരുമ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറിപ്പോകും. കാരണം ഇവിടെ അവിടത്തെക്കാട്ടും ഡബിൾ ഇരട്ടിയാണുള്ളത്, അതും ഓരോ സബ്ജക്റ്റിനും. എന്തായാലും നമുക്കുള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കാം, ഈ ഒരു സിറ്റുവേഷൻ ഏതൊരു സ്റ്റുഡൻറ്റും ഫേസ് ചെയ്യുന്നതാണ്. അതായത് എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആദ്യത്തെ 2-3 മാസം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, എവിടുന്നാ തുടങ്ങണ്ടേ, എന്താ ചെയ്യണ്ടേ. അവിടെ നിന്ന് ഫിസിക്സ് വരുന്നു, കെമിസ്ട്രി വരുന്നു. ചില സ്കൂളിൽ 2 ടീച്ചേഴ്സ് ഉണ്ടാവും, ഫസ്റ്റത്തെ ബുക്കിൽ ഒരാൾ, സെക്കൻഡ് ബുക്കിൽ ഒരാൾ. അപ്പൊ നമുക്കൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ലടോ എന്താ ചെയ്യേണ്ടത്. പക്ഷെ മനസ്സിലാക്കാം, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഉള്ള കുറച്ച് മാസം കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ആവും. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും ഹൈലൈറ്റ്. ഇത് നിങ്ങളോട് ആരും പറയില്ല, അബൌട്ട് ഫ്രണ്ട്സ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 11th ആകുമ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻസ് ഭയങ്കരമായിട്ട് കൂടും. ഇത് ബോയ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ ഗേൾസിൻ്റെ ഇടയിൽ ഇതുണ്ട്. ഇത് എവിടെ പോയാലും ഉണ്ടാവും. നിങ്ങൾ ഉറപ്പാണ്, നിങ്ങളൊരു ഗേൾ ആണെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ ഇത് ഫേസ് ചെയ്തിട്ടുണ്ടോ? ബിക്കോസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, അവരുടെ സ്കൂൾ അവരത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. 11th ആകുമ്പോഴേ ഫ്രണ്ട്സ് നമുക്ക് ചിലപ്പോൾ കൂടിയെന്നും വരാം, കുറഞ്ഞെന്നും വരാം. പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിൽ ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുള്ള ഒരു കാറ്റഗറിയിലേ അത് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. ബിക്കോസ് ഒരാൾ നമ്മളായിട്ട് ഫ്രണ്ട് ആവുമ്പോൾ 2 ഉദ്ദേശമുണ്ട്.
ഒന്ന് നമുക്ക് ചുമ്മാ വൈബ് അടിക്കാൻ, ഒന്ന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ആ പുള്ളിക്ക് ഉണ്ടാവണം, എന്നാലും നമ്മളായിട്ട് ഫ്രണ്ട്സ് ആവുള്ളൂ. അപ്പൊ ചിലവര് നമ്മുടെ കൂടെ നിൽക്കും, പക്ഷെ നമ്മൾ അവരെക്കാട്ടും കൂടുതൽ പെർഫോം ചെയ്തു എന്ന് അവർക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ അവരെക്കാട്ടും എന്തെങ്കിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയാൽ എന്തായാലും അവർ നമുക്ക് നല്ല പണി തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും കണ്ട് വിശ്വസിച്ച് എല്ലാവർക്കും അധികം അവരോട് പോയി ചെന്ന് പറയാണ്ടിരിക്കാം. എന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. നല്ലവരുണ്ട്, നല്ല കൂടെ സപ്പോർട്ടിനായിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ടാവും. എന്ത് കാര്യത്തിന് നിങ്ങൾ വിളിച്ച കൂടെ ഉണ്ടാവുന്ന ഫ്രണ്ട്സും ഉണ്ടാവും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ഫ്രണ്ട് ഉണ്ടാവും, വൈബ് ചെയ്യാനുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നമ്മുടെ സേഫ്റ്റി ആണല്ലോ ഏറ്റവും നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് ശ്രദ്ധിക്കുക. ചിലവർ നല്ല വാര വയ്ക്കും, ചിലവർ അടിപൊളിയായിട്ട് നമ്മൾ കൂടെ നിൽക്കുകയും ചെയ്യും. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ഞാനൊരു സത്യം പറയാം, എനിക്ക് 10th വരെ ഏറ്റവും തീരെ ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ഏതായിരുന്നു പറയാം, മാത്സ്. എന്തുകൊണ്ടോന്ന് അറിയില്ല, ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് എല്ലാ സബ്ജക്റ്റും കിട്ടും. മാത്സ് എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് പറ്റില്ല. 10th ആകുമ്പോഴത്തേനും ഞാൻ മതിയായി. 10th കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മാത്സ് നിർത്തി വെക്കണം എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പൊ എന്റെ 10th ഇടയിലെ മാത്സ് സാറ് പറഞ്ഞു, നീയൊക്കെ എന്തിനാ ഇത്രയും കാലമായിട്ട് മാത്സ് പഠിക്കുന്നതെന്ന്. അവിടെ തീർന്നു മാത്സ് പഠിക്കാനുള്ള ഒരു ഇഷ്ടം. നിങ്ങളൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ എല്ലാവരും പറയും പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എവിടെ പോയാലും പഠിക്കും, വെറുതെ ആണ്. ആ ഒരു ടീച്ചർ നമുക്ക് തരുന്നൊരു എനർജി ഉണ്ടല്ലോ, ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ആ ഒരു ടീച്ചർ നമ്മൾ എപ്പോഴും അങ്ങനെ കോൺസ്റ്റന്റ് നിന്നെ കൊണ്ട് പറ്റില്ല, നീയൊക്കെ എന്തിനാ അത് ചെയ്തിട്ടെന്നുള്ളൊരു എനർജി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ ഉള്ളിൽ നിന്ന് തോന്നുമോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു ഫീൽ നമുക്ക് വരും. അപ്പോൾ 11th and 12th എത്തുമ്പോൾ ഇങ്ങനത്തെ ടീച്ചറെ കാണാൻ വളരെ സർവ്വസാധാരണയാണ്. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു കെമിസ്ട്രി ടീച്ചർ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടാവും. ഞാൻ പറയുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കാം, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ സ്വഭാവം അങ്ങനെയാന്ന് തന്നെ കൂട്ടിക്കോ. സോ ഇഫ് യു ആർ റിയലൈസിങ് അത് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ആദ്യം തന്നെ ഒത്തിരി ഡിസ്റ്റൻസ് വെക്കുന്നത് നല്ലതാണ്. അവർ പറയുന്ന ഒന്നും തലയേറ്റരുത്. അതായത് അവർ പറയുമ്പോൾ നല്ലത് തലയേറ്റരുത് എന്നല്ല കേട്ടോ, അവർ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതിനെ കൊണ്ട് പറ്റില്ല, നീയൊക്കെ എന്തിനാ പഠിച്ചിട്ട്, ആ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ മാറ്റി വെക്കാം, പോവാൻ പറയും. അതൊന്നും നിങ്ങൾ തലയിൽ എടുക്കരുത്. ഞാൻ തലയിൽ എടുത്തിട്ടുണ്ട് കുറച്ചു കാലം, പിന്നെ എനിക്കത് മനസ്സിലായി എന്തിനെ ആർക്ക് വേണ്ടി, ഒരു ആവശ്യമില്ല, മാറ്റി നിർത്തുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കലോത്സവം അങ്ങനത്തെ പരിപാടികളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. 11th and 12th ആണ്, പഠിക്കാൻ കുറേ ഉണ്ട്, ഒരു കലോത്സവത്തിൽ പോകണ്ട എന്ന് നിങ്ങളെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ടീച്ചർമാരും പറയുകയാണെങ്കിൽ ഡോണ്ട് മൈൻഡ് ദം. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ ചെയ്യുക, കാരണം ഇത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ചെയ്യാനാണ്, അവർ വല്ലതും പറയും, അതൊന്നും നിങ്ങൾ കേട്ടിരിക്കരുത്. അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഡാൻസ്, നിങ്ങൾ ഭയങ്കര ഡാൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡാൻസിലെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. അവരങ്ങനെ പറഞ്ഞോട്ടെ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ആർട്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ 11th and 12th എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് ആൻഡ് ബാലൻസ്. ഞാൻ കൂടുതൽ സമയം ഞാൻ 11th ഫുൾ ടൈം സ്റ്റഡീസിന് വേണ്ടി ഞാനായിരുന്നു, ബിക്കോസ് എനിക്കത് വേണ്ടിയിരുന്നില്ല. ഞാൻ കൂടുതൽ ടൈം എൻ്റെ സ്റ്റഡീസിന് വേണ്ടി ഞാനൊരു പ്രോഗ്രാമിനും പങ്കെടുത്തില്ല, ഒന്നിനും പങ്കെടുത്തില്ല. കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഒരു പാറ്റ സ്കൂളായിരുന്നു, അതിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ പോകണം കേട്ടോ. കാരണം ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടൂല, ഇറ്റ്സ് എ മിസ്സിങ്. അപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്യുക, നിങ്ങൾ രണ്ടും കൂടെ കൊണ്ട് നടക്കണം. ഓക്കെ, നിങ്ങൾ ബാലൻസ് ചെയ്യണം. ആൾക്കാർ പലതും പറയുമെന്ന് മൈൻഡ് ആക്കണം. നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫേസ് റിവീലിംഗ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ചെയ്യാം, ഞാൻ എപ്പോഴും റിപ്ലൈ തരുന്നതാവും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു ആൻഡ് ബൈ ബൈ.